ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. എന്തൊക്കെ വിശേഷങ്ങൾ? സുഖമല്ലേ? സൗദിയിലെ പ്രവാസികളോടാണ്ടോ. സൗദിയിലെ പ്രവാസികൾക്ക് അധികം അൽരാജി ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഈ അൽരാജി ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും നമുക്കൊരു ഡെബിറ്റ് കാർഡ് ഉണ്ടാവും, ATM കാർഡ് ഉണ്ടാവും. അത് പെട്ടെന്ന് ഒരിക്കൽ നഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യാം? പെട്ടെന്ന് നമ്മളൊരു അത്യാവശ്യം ബാലൻസും കാര്യങ്ങളൊക്കെ ഉള്ള ടൈമിലാണ് നഷ്ടപ്പെട്ടതെന്ന് വെച്ചെങ്കിൽ ഒന്ന് പാനിക്കാവില്ലേ? എന്നാൽ പാനിക്കാവേണ്ട ആവശ്യമില്ല. ഇതുപോലെ എൻ്റെ ഒരു ആഴ്ച മുമ്പ് നഷ്ടപ്പെട്ടു. ഞാൻ ഇതുപോലെ പാനിക്കായി. എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. പെട്ടെന്ന് നമ്മൾ സാലറി കിട്ടിയ ടൈമായിരുന്നു. അപ്പോൾ സാലറി ഫുള്ളായിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് എന്താ ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയ കിട്ടില്ല. നമ്മൾ ഈ പേടിച്ച ടൈമിൽ അങ്ങനെയല്ലോ, എന്താ ചെയ്യേണ്ടത് നമുക്ക് ആ ടൈമിൽ ഒരു ഐഡിയ കിട്ടില്ല. ഒന്നാമത് ഞാൻ ഒരു ഓട്ടത്തിലായിരുന്നു. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്നൊരു ഐഡിയ കിട്ടില്ല. പിന്നെയാണ് എനിക്ക് മനസ്സിലായത്, നമ്മളൊന്ന് കൂളായിട്ട് ഒന്ന് എന്താ പറയുക, ഒന്ന് കാമായിട്ടൊന്ന് ചിന്തിച്ചപ്പോൾ നിസ്സാര പ്രശ്നമുള്ളത് ഒന്നുമില്ല. നമ്മൾ അതിൻ്റെ ആപ്പ് ഉണ്ടല്ലോ, അൽരാജി ബാങ്കിൻ്റെ ആപ്പ്, അത് ഓപ്പൺ ആക്കി അതിലുണ്ട് എല്ലാ കാര്യങ്ങളും. അത് പലർക്കും അറിയുന്നതാവും, പക്ഷേ ചിലർക്ക് ഇതേപോലെ അറിയാത്തവരുണ്ടാവും. ഇനി അറിയുന്ന ഈ വീഡിയോ ഒന്ന് കണ്ടുവെച്ചോളി. കാരണം ആ ടൈമിൽ ചിലപ്പോൾ ഇങ്ങനത്തെ ഒരു വീഡിയോ നമുക്ക് കിട്ടാനോ, അല്ലെങ്കിൽ ചിലപ്പം ആ ടൈമിൽ ഇങ്ങനെ ഒരു വീഡിയോ നമ്മൾ കണ്ടുവെച്ചാൽ നമുക്ക് ആ ടൈമിൽ ഓർമ്മ വരും എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഞാനന്ന് ചെയ്തെന്തെന്ന് വെച്ചാൽ ഇതാണ്. നേരെ എന്ത് ചെയ്യാം, നമ്മുടെ അൽരാജി ബാങ്കിൻ്റെ ആപ്പ് ഓപ്പൺ ചെയ്യാം. അൽരാജി ബാങ്കിൻ്റെ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലൊരു ഇൻ്റർഫേസ് ഉണ്ടല്ലോ കാണിക്കാം. അതിൽ ഈ നമ്മളെ ബാലൻസ് കാര്യങ്ങൾ ഇവിടെ കാണിക്കും. ബാലൻസ് ഒന്നുമില്ല കേട്ടോ. ബാലൻസിൻ്റെ താഴെ ഈ മട എന്നുള്ളൊരു നമ്മളെ കാർഡിൻ്റെ ഒരു ചിഹ്നം കാണിക്കും. അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഒന്നിങ്ങോട്ട് താഴേക്ക് സ്ക്രോൾ ചെയ്താൽ മട കാർഡ് എന്നുള്ള ഓപ്ഷൻ കാണിക്കും. അവിടെ ഒന്നും കൂടെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ട് കേട്ടോ. നമ്മുടെ കാർഡ് ലോക്ക് ചെയ്യണമെങ്കിൽ ഫസ്റ്റത്തെ ഓപ്ഷന് ലോക്ക് ചെയ്ത്, അപ്പോൾ അവിടെ ടച്ച് ചെയ്താൽ ദ ഓൾ ട്രാൻസാക്ഷൻസ് വിൽ ബി ഡിസ്പ്ലേഡ് ഓൺസ് യുവർ ഡെബിറ്റ് കാർഡ് ഇസ് ലോക്കഡ്. യു ക്യാൻ അൺലോക്ക് ഇറ്റ് അറ്റ് എനി ടൈം. അതായത് നമുക്ക് ഇപ്പോൾ കൺഫേം ചെയ്താൽ നിങ്ങളുടെ കാർഡ് ലോക്കാവും, എപ്പോൾ വേണമെങ്കിലും അൺലോക്ക് ചെയ്യാമെന്ന്. ഇവിടെ കൺഫേം കൊടുത്താൽ എന്തായി, നമ്മുടെ കാർഡ് ബ്ലോക്കായി. പിന്നെ അത് കിട്ടുന്നവർക്ക് ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല, യൂസ് ചെയ്യാൻ കഴിയില്ല. നിങ്ങൾക്ക് എവിടെയും മറന്നു വെച്ചതാണ്, അല്ലെങ്കിൽ പിന്നീട് എപ്പോഴേലും കിട്ടിയാൽ ഇവിടെ അൺലോക്ക് ചെയ്താൽ എന്തായി, അത് നമുക്ക് യൂസ് ചെയ്യാനായി. ഇപ്പോൾ അത് എന്തായി, ലോക്കായി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇനിയിപ്പോൾ അതാർക്കെങ്കിലും കിട്ടിയാൽ ആർക്കും യൂസ് ചെയ്യാൻ കഴിയില്ല. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അവിടെ തന്നെ അൺലോക്ക് ഒന്നും കൂടെ, അൺലോക്ക് ഡെബിറ്റ് കാർഡ് അത് കൺഫേം അടിച്ചാൽ എന്തായി, നമ്മുടെ കാർഡ് അൺലോക്കായി. നമുക്ക് കിട്ടിയതിന് ശേഷം നമുക്ക് ഇപ്പോൾ നമ്മളെ ATM കാർഡിൻ്റെ പിൻ നമ്പർ ഒന്ന് ചോദിക്കട്ടോ, അത് ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കുക. ഓക്കെ, ഇപ്പം എന്തായി, അൺലോക്കായി. ഇനി നമുക്ക് ഈ അവിടെ ഓൺലൈൻ പേയ്മെൻറ്റ് എനാബിൾ ചെയ്യുക, ഡിസേബിൾ ചെയ്യുക. അതായത് അതിൻ്റെ തൊട്ടപ്പുറത്തെ ഓപ്ഷൻ എന്താ വെച്ചാൽ ഓൺലൈൻ പേയ്മെൻ്റ് അല്ലേ, നമ്മൾ കാർഡൊക്കെ സ്വിപ്പ് ചെയ്ത് കണ്ടു, അതുപോലെ അങ്ങനെ ടച്ച് ചെയ്ത് കണ്ടൊക്കെ പർച്ചേസ് ചെയ്യുമല്ലോ, അത് ഓഫാക്കണമെങ്കിൽ ഓണാക്കണമെങ്കിലും അതിൻ്റെ തൊട്ടടുത്തുള്ള ഈ ഓപ്ഷൻ ചെയ്താൽ മതി. ഓക്കെ, പിന്നെ അതിൻ്റെ ശേഷമുള്ളത് എന്താ വെച്ചാൽ ഡെയിലി POS ലിമിറ്റ്. അതായത് നമുക്ക് ഡെയിലി എത്ര രൂപ മുതൽ എത്ര റിയാൽ വരെ പർച്ചേസ് ചെയ്യാനുള്ളൊരു ലിമിറ്റ് ഇവിടെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, പിന്നെ ഈ ചേഞ്ച് പിന്ന് മനസ്സിലായില്ലേ, നമുക്ക് നമ്മുടെ ATM കാർഡിൻ്റെ പിന്ന് ചേഞ്ച് ചെയ്യാനുള്ള ഓരോ ഓപ്ഷനാണിത്. പിന്നെ അതിന് ശേഷം വരുന്നത് എന്താ വെച്ചാൽ പെർമനൻറ്റ് ക്ലോസർ ലോസ്റ്റ്. അതായത് നമുക്ക് ഇനി നഷ്ടപ്പെട്ടു അത് കിട്ടൂല എന്ന് ഉറപ്പുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അവിടെ നമുക്ക് ആ ഒരു ഓപ്ഷനിൽ കൊടുത്താൽ നമുക്ക് ലോസ്റ്റ് അല്ലെങ്കിൽ ഡാമേജഡ്, എന്നിട്ട് അവിടെ സ്റ്റോപ്പ് അടിച്ചാൽ എന്താവും, നമുക്ക് നിർത്തത്. നമുക്ക് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, റീപ്ലേസ്മെൻറ്റ് കൊടുത്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒക്കെ ഓരോ ഓപ്ഷനാട്ടോ. റീപ്ലേസ്മെൻറ്റ്, ലോസ്റ്റ്, ഡാമേജഡ്, അവിടെ സ്റ്റോപ്പ് ചെയ്യുക. അതുപോലെ ലിങ്ക്ഡ് കാർഡ് അത് പിന്നെ വേണ്ട. ഈ പെർമനൻറ്റ് ക്ലോസർ അതേമാതിരി റീപ്ലേസ്മെൻറ്റ് എന്ന് വെച്ചാൽ നമുക്ക് അത് രണ്ടും ചെയ്താൽ പിന്നെ ബാങ്കിൽ പോയാൽ നമുക്ക് പുതിയ ATM കാർഡ് കിട്ടും, അല്ലെങ്കിൽ നമുക്ക് ഓൺലൈൻ ഓർഡർ ചെയ്താൽ പുതിയ ATM കാർഡ് വരും. ഓക്കെ, അപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ കാർഡ് നഷ്ടപ്പെട്ടാൽ പെട്ടെന്ന് പാനിക്കാവണ്ട. ജസ്റ്റ് ഇത് ഓപ്പൺ ചെയ്ത് കൊണ്ട് താൽക്കാലികമായിട്ട് നമുക്ക് ലോക്ക് ചെയ്യാം. കാർഡ് കിട്ടിയതിന് ശേഷം അൺലോക്ക് ചെയ്യാം. അതല്ല ഇനി കാർഡ് കിട്ടിയില്ല വെച്ചെങ്കിൽ എന്ത് ചെയ്യാം, കാർഡ് ബ്ലോക്ക് ചെയ്യില്ല, ക്ലോസ് ചെയ്യുക. എന്നിട്ട് നമുക്ക് പെർമനൻറ്റ് ക്ലോസർ അതിൽ എന്ത് ചെയ്യാം, കൊടുക്കുക. ലോസ്റ്റോ അല്ലെങ്കിൽ ഡാമേജോ കൊടുത്തിട്ട് നമുക്ക് പിന്നെ ബാങ്ക് പോയിക്കാണ്ട് പുതിയ ATM കാർഡ് എടുക്കാം.
ഓക്കെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.